അമേരിക്ക ആസ്ഥാനമായ ഓഹരി വിപണി ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് നടക്കുന്ന തട്ടിപ്പിൻ്റെ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്ന് സാമ്പത്തിക രംഗത്ത് വീണ്ടും കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. 2 വർഷത്തിനിടയിൽ രണ്ടാം തവണയാണ് ഹിൻഡൻബർഗ് ഇത്തരം റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അദാനിക്കെതിരെയുള്ള ആദ്യ റിപ്പോർട്ടിൽ മൂലധന വിപണിയുടെ സുതാര്യതയും കാര്യക്ഷമതയും നിരീക്ഷിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയ സെബി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അദാനിയെ ന്യായീകരിക്കുകയും സുപ്രീം കോടതിയിലടക്കം അനുകൂല നിലപാട് സ്വീകരിക്കുകയുമാണ് ചെയ്തത്. ഹിൻഡൻബർഗിന് നോട്ടീസും അയച്ചു. പൂർണ്ണമായും അദാനിയുടെ താൽപ്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെട്ടത്. ഹിൻഡൻബർഗിന് ഷോർട്ട് സെല്ലിംഗ് പോലെയുള്ള ലാഭ താൽപ്പര്യങ്ങളുണ്ടെങ്കിലും പുറത്തുവിട്ട വിവരങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കേണ്ടത് തന്നെയാണ്. അന്ന് സെബി സ്വീകരിച്ച നയങ്ങളുടെ പിന്നാമ്പുറങ്ങൾ ചുരുളഴിക്കുന്നതാണ് പുതിയ റിപ്പോർട്ട്. ആരോപണ വിധേയമായ അദാനി ഗ്രൂപ്പിന് ബന്ധമുള്ള വിദേശത്തെ കടലാസ് കമ്പനികളിൽ സെബി ചെയർമാൻ മാധവി ബുച്ചിനും ഭർത്താവ് ദാവൽ ബുച്ചിനും നിക്ഷേപമുള്ളതായി പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. നിക്ഷേപകരിലും സാമ്പത്തിക രംഗത്തും വലിയ ആശങ്ക ഉയർത്തുന്നതാണ് സെബി മേധാവിക്കെതിരായ റിപ്പോർട്ട്. മത്സരത്തിൽ ഫൗളും അപാകതകളും നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ അമ്പയർ അല്ലെങ്കിൽ റഫറി തന്നെ ഏകപക്ഷീയമായി പക്ഷം ചേർന്നതായാണ് റിപ്പോർട്ട് ആരോപിക്കുന്നത്. നിക്ഷേപ വാർത്ത അദാനിയും സെബിയും മാധവിയും ഒരുപോലെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയാണ് ഹിൻഡൻബർഗ് ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനാണെന്ന പതിവ് ന്യായമാണ് കേന്ദ്രവും മാധവിയും അദാനിയും ഉയർത്തുന്നത്. മാധവിയെ മാറ്റി നിർത്താനും നിക്ഷേപകരുടെ ആശങ്ക പരിഹരിക്കാനും വിശ്വാസ്യത വീണ്ടെടുക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാവണം. സാമ്പത്തിക രംഗത്ത് സുതാര്യത നഷ്ടപ്പെടുന്നത് മുഴുവൻ സ്ഥാപനങ്ങളെയും സംശയത്തിലാക്കും. അത് സാമ്പത്തിക തകർച്ചയ്ക്കും ഇടയാക്കും. സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല, ഏത് രംഗത്തെയും തട്ടിപ്പുകളും ക്രമക്കേടുകളും പുറത്തു വരുമ്പോൾ അതിനെ രാജ്യസ്നേഹത്തിൻ്റെയും രാജ്യസുരക്ഷയുടെയും പേര് പറഞ്ഞ് മറച്ചു പിടിക്കുന്ന പ്രവണതയാണ് സമീപകാലത്ത് കണ്ടുവരുന്നത്. ആരോപിതർ സർക്കാരിനും ഭരണകക്ഷിക്കും താൽപ്പര്യമുള്ളവരാണെങ്കിൽ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നവർക്ക് രാജ്യദ്രോഹ പട്ടം ഉറപ്പ്. എന്നാൽ സത്യം എന്നും മൂടിവെക്കാനാവില്ലെന്നും ഈയിടെയായി കൂടുതൽ ദൃഢപ്പെടുകയാണ്. അതേസമയം സത്യം പുറത്തു വരുന്നതുവരെ കാത്തു നിൽക്കുകയല്ല, എത്രയും വേഗം വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ലവലേശമെങ്കിലും സുതാര്യത അവശേഷിക്കുന്ന ഏത് ഭരണകൂടവും ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഒളിച്ചോടുമ്പോൾ സാധാരണക്കാരുടെ പണം തട്ടിയെടുക്കാൻ കുടപിടിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്.